കുറച്ചധികമായിട്ട് എൻ്റെ ഗാലറിയിലേക്ക് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കില്ല, നമുക്കിത് തന്നെ അപ്ലോഡ് ചെയ്യാൻ എത്തി. അപ്പം ഞങ്ങളൊരു ട്രിപ്പ് പോയിരുന്നു. ഉമ്മായുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നതിന് ശേഷമാണ് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജേർണി സ്റ്റാർട്ട് ചെയ്യാനും കുറച്ച് വൈകി. ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട് ബസ് എടുത്തപ്പോൾ. ബസ്സിൽ വെച്ച് തന്നെ നമ്മുടെ ടൂർ കോർഡിനേറ്റർ ബർത്ത്ഡേ ഒന്നിട്ട് ആഘോഷിച്ചു. വൈഫിൻ്റെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് എല്ലാവർക്കും ചോക്ലേറ്റ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും അത് കഴിച്ചു, ബർത്ത്ഡേ വിഷൊക്കെ പറഞ്ഞ് യാത്ര വീണ്ടും തുടർന്നു. പിന്നീട് ഞങ്ങൾ എത്തിയത് നോളജ് സിറ്റിയിലാണ്. നോളജ് സിറ്റിയിൽ എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ബസ് ഒന്ന് നിർത്തിയത്. അപ്പം ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഞങ്ങൾ കൊണ്ടുവരാണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പറയാൻ വിട്ടുപോയി. വയനാട്. നമ്മളെന്ത് പോകുന്നത് വയനാട്ടിലോട്ടാണ്. ഏതായാലും നമ്മളെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, വയനാട്ടിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് പ്ലേസും ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കാരണം വേറൊന്നുമില്ല, മഴ കഴിഞ്ഞാവില്ല. നമ്മളെ ടൂർ പ്ലാൻ വൈകിയതാണോ എന്നറിയില്ല, അതോ മഴ കുറച്ച് നേരത്തെ വന്നതാണോ എന്നും അറിയില്ല. ഏതായാലും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. സ്ഥലങ്ങൾ കാണുന്നതിലുപരി നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടി ഒരു യാത്ര, എല്ലാവരും കൂടി ഒരുമിച്ചൊരു ദിവസം, പാട്ടും ഡാൻസും എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെ ആയിട്ട്. ഇതിനിടയിൽ നല്ല ഡാൻസും പാട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ ഡാൻസേഴ്സാണ് പേര്. കുറച്ച് എത്തിയ ചുരത്തിലും തേയിലത്തോട്ടത്തിലൊക്കെ ഒന്ന് നിർത്തിയായിരുന്നു നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ മെയിനായിട്ട് പോയത് ഡാമിലോട്ടാണ്. സത്യം പറഞ്ഞാൽ ഡാം വ്യൂ അടിപൊളിയായിരുന്നു. നല്ല കോടയും മഴയും ഒക്കെ ആയിട്ട്. നമ്മളിന്ന് മഴ കുറച്ച് കുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തത്. അവിടെ വെച്ച് കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ഗെയിംസ് അടിപൊളിയായിട്ട് നടന്നു. അതുപോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലി ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ട് എടുത്തത്. ഫാമിലി ഫോട്ടോയിൽ എല്ലാ മെമ്പേഴ്സും ഇല്ല, കുറച്ച് പേര് കയറാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ബസ്സിലിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ചെറിയ പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. കുട്ടികൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് അവിടെ. നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനാണ് പോയത്. ലഞ്ച് കഴിക്കാൻ കുറച്ച് നേരം ആക്കിയിട്ടിരുന്നു. അതുപോലെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നീട് ബസ് നിർത്തി ചെറിയൊരു ഷോപ്പിങ്ങിനും ടീ ടൈമൊക്കെ ആയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് ഒരു 9 o'clock ആയപ്പോൾ ഡിന്നർ കഴിക്കാൻ ഇറങ്ങി. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. ഏതായാലും അടിപൊളി ട്രിപ്പായിരുന്നു. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു വൈൻഡപ്പ് വീഡിയോ എന്ന രീതിയിൽ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇതൊക്കെയാണ് അന്നത്തെ ദിവസം നടന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ചധികമായിട്ട് എൻ്റെ ഗാലറിയിലേക്ക് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കില്ല, നമുക്കിത് തന്നെ അപ്ലോഡ് ചെയ്യാൻ എത്തി.